നമുക്കിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്നെ ഒന്ന് ബ്രൈറ്റനായിട്ട് കാണാൻ അതിനി എത്ര പ്രായം ചെന്നാലും നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ. അങ്ങനെ ഇല്ലാത്തവരും കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി സ്കിന്നായിട്ടിരിക്കാനും ഒരു ബ്രൈറ്റനിങ്ങും ചെറിയൊരു വൈറ്റനിങ്ങും കിട്ടാനും പിഗ്മെൻറ്റേഷൻ മാറാനും നമുക്കൊരു ഗോൾഡൻ സിറം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമുക്ക് പ്രായമാകും തോറും ഇതെപ്പോഴും നമ്മൾ പറയുന്ന കാര്യം അല്ലേ. ഏജ് കൂടും തോറും നമ്മുടെ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ കാണും. പിന്നെ ഏത് പ്രവൃത്തിയാണേലും നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും ഒരു ഫലം നമുക്ക് കിട്ടാതിരിക്കത്തില്ലല്ലോ. നമ്മൾ അത്ര കെമിക്കലായ സാധനങ്ങളൊന്നുമല്ല മുഖത്തിടുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഗോൾഡൻ സിറം ഉണ്ടാക്കാം. നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറയാനും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനും ലൈറ്റനും ആകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോ തരാനുമായിട്ട് നമുക്കൊരു സിറം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും മറക്കരുത്. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഒരു ഗോൾഡൻ സിറത്തിൻ്റെ നമുക്ക് വേണ്ടിയത് ലെമണിൻ്റെ പീലാണ്. ഓറഞ്ചിൻ്റെ അല്ല, ഞാനിവിടെ പറയുന്നത് ലെമൺ, നമ്മുടെ ചെറിയ നാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ തൊലി ഉണങ്ങിയതാണ്. അതങ്ങനെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇല്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. മഞ്ഞ കളറിലെ ഒരു നാരങ്ങ കാണത്തില്ലേ, അത്. ലെമണിൻ്റെ പീൽ പൗഡറും റോസ് വാട്ടറും അലോവേര ജെല്ലും നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് സാഫ്രോണും കൂടെ വേണം. മനസ്സിലായോ? നമുക്കൊരു ഗോൾഡൻ സിറമാണ്. ആ ഗോൾഡൻ ഒരു യെല്ലോയിഷ് കളർ തരുന്നതും ശരിക്കും സാഫ്രോൺ ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. വൈറ്റമിൻ സി ഉണ്ട്. ശരിക്കും നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ലൈറ്റനാക്കാനായിട്ടുള്ള പ്രോപ്പർട്ടീസ് സാഫ്രോണിലുണ്ട്. പിന്നെ ലെമണിൻ്റെ കാര്യം പറയണ്ടല്ലോ, അതിൻ്റെ അകത്തും നമുക്ക് ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സിയും ഉണ്ട്. പിന്നെ നമുക്ക് റോസ് വാട്ടറിൻ്റെ ഗുണങ്ങളും ശരിക്കും നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്മൂത്തനിങ് തരാനും ഏറ്റവും ബെസ്റ്റാണ് റോസ് വാട്ടർ. പിന്നെ നമുക്ക് അലോവേര ജെല്ല് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ സ്കിന്നാക്കാൻ, ഹെൽത്തി സ്കിന്നാക്കാനായിട്ട് അലോവേര ജെല്ലിന് വളരെ പങ്കുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ സിറം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം വേണ്ടിയത് ഒരു 2 മണിക്കൂർ നമുക്ക് റോസ് വാട്ടറിൻ്റെ അകത്ത് ലെമണിൻ്റെ പീൽ പൗഡർ, ഒരു റോസ് വാട്ടർ, അത് 1 ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ പിന്നെ റോസ് വാട്ടർ ഒഴിച്ച് ഈ പൗഡർ ഒന്ന് കുതിർത്ത് വെക്കണം. 2-3 മണിക്കൂർ അങ്ങനെ ഇരിക്കണം. അതുപോലെ തന്നെ സാഫ്രോൺ ഒരു പിഞ്ച്, ഒരു നുള്ള്, ഇങ്ങനെ ഒരു നുള്ള്, അത് ഇച്ചിരി കൂടെ എടുത്തിട്ട് ശരിക്കും കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതും റോസ് വാട്ടറിൽ നമ്മൾ ഇട്ട് വെച്ചിട്ട് ഒരു 3 മണിക്കൂർ, ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് ചെറിയൊരു നൈസായ തുണിക്കകത്ത് നമുക്ക് ഇത് രണ്ടും അരിച്ചെടുക്കാം. മനസ്സിലായോ? ലെമൺ പീൽ പൗഡറിൻ്റെ ജ്യൂസും സാഫ്രോണിൻ്റെ ജ്യൂസും നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരു ലൂസായിട്ടുള്ളൊരു ലിക്വിഡായിട്ട് കിട്ടും. നമുക്ക് ലിക്വിഡ് എന്ന് പറയാനും പറ്റത്തില്ല, ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പം ഇതിനെ നമുക്ക്
ഇത് രണ്ടും നൈസ്, ഒരു തരി പോലും കാണരുത്, നല്ല നൈസായിട്ട് എടുക്കണം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അലോവേര ജെല്ല്, ഒത്തിരി തിക്ക് ക്രീം ആകരുത്, 1 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ശരിക്കും ഒത്തിരി തിക്കാണ്, ഒരു സിറം കൺസിസ്റ്റൻസിയിൽ നമ്മൾ സാഫ്രോൺ ചേർത്തുകൊണ്ട് ഇതിനൊരു ഗോൾഡൻ കളറിലെ സിറമായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഗോൾഡൻ ഫേസ് സിറം നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. സാഫ്രോണൊക്കെ എല്ലാ പണ്ട് കാലം തൊട്ടേ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്നതാണ് സാഫ്രോണൊക്കെ, അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് എത്ര, ഞാൻ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 2-3 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഒരു പിഞ്ച് സാഫ്രോൺ എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മുമ്പോൾ അത് നല്ല പൊടിയായിട്ട് വരും. അതിന് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ റോസ് വാട്ടറിൽ സോക്ക് ചെയ്ത് അവിടെ ഇടുക. എന്നിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ ഒരു നൈസ് തുണിയിൽ അടിച്ചെടുത്തിട്ട് ഒരു തരി പോലും കാണരുത് കേട്ടോ. അപ്പോൾ തരിയായിട്ടെടുത്ത് നമ്മുടെ സ്കിന്നിലിത് സ്ക്രാച്ച് ആവും. അപ്പോഴത്തേന് അങ്ങനെ, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു സിറം കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഡെയിലി രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ നമ്മുടെ ഫേസിൽ 1, 2, 3 ഡ്രോപ്സ് എടുത്തിട്ട് ശരിക്കും മസാജ് ചെയ്ത് പിടിപ്പിക്കുക. മനസ്സിലായോ? നല്ലൊരു ഗോൾഡൻ സിറമാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പം നമുക്ക് നമ്മുടെ ബാഗിൽ തന്നെ നമുക്ക് പുറത്ത് വെച്ച് ഒരാഴ്ച 7 ഡേയ്സ് നല്ലതായിട്ടിത് ഉപയോഗിക്കാം, ഒരു കേടുപാടും വരത്തില്ല. ഓക്കെ, ശരിക്കും ഇത് നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ഡല്ലായിട്ടിരിക്കുന്നത് തോന്നുമ്പം പോലും നമുക്കിതൊന്നെടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്ത് പോകുന്നവർ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടണം. കാരണം ഇതിൻ്റെ അകത്തെല്ലാം വൈറ്റമിൻ സി, ഈ കണ്ടൻറ്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് സൺബേൺ ഏൽക്കാനായിട്ട് പറ്റും. അപ്പം എപ്പോഴും നിങ്ങൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ ഇടാൻ ഒരു കാരണവശാലും മറക്കരുത്. അങ്ങനെ സൺസ്ക്രീൻ ഇടാതെ നമ്മൾ ഈ ക്രീം സിറമൊക്കെ ഉപയോഗിച്ചിട്ട് സൺസ്ക്രീൻ ഒന്നും ഇടാതെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഗുണത്തേക്കാളേറെ ദോഷമേ നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പം അത് ചെയ്യാൻ സൺസ്ക്രീൻ ഇടാൻ നിങ്ങൾ മറക്കരുത്. മസ്റ്റായിട്ടും നമുക്ക് ഒത്തിരി വില കൊടുത്ത് ക്രീമും അതും ഇതും മെർക്കുറിയും പാരഫിനും ഒക്കെ അടങ്ങിയത് മേടിച്ച് തേക്കുന്നതിനേക്കാളും നല്ലത് ഒത്തിരി വെളുക്കാനോ ഒത്തിരി എന്താ പറയുന്നത്, നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ. അതിന് ആര് പറഞ്ഞു എവര് പറഞ്ഞു അങ്ങനെ ഒന്നും നോക്കണ്ട. നല്ല സാധനങ്ങൾ ഉള്ളിലോട്ട് കഴിക്കുകയും നമുക്ക് സ്കിന്നിന് ദൂഷ്യമില്ലാത്ത സാധനങ്ങൾ സ്കിന്നിന് പുരട്ടുകയും ചെയ്യുമ്പോൾ അതിന് ആരൊക്കെ എന്തൊക്കെ ഏത് ഇടുന്നതിന് മുമ്പും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. മനസ്സിലാവാം? ഏതൊക്കെയാണ് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുമ്പോൾ നമുക്ക് അലർജി ഇല്ല എന്ന് പറയാം, അത് ഫേസിലോട്ട് ഇടുമ്പോഴും നമുക്ക് ഒന്ന് അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ വലിയ മരുന്നൊന്നും ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത എത്രയോ പേരുകളുണ്ട്, ഇല്ലേ? അപ്പം സാധാരണക്കാർക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും പറയാം. ഒരു കെമിക്കലും ഇല്ല, നാച്ചുറലായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നത്. അത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് അത് പിടിക്കുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ അമർത്തണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.